കൊച്ചിയിൽ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട പരിശോധനകൾ സജീവമാക്കി പോലീസ്. 1000-ലധികം റെയ്ഡുകളാണ് കൊച്ചി സിറ്റി പരിധിയിൽ ഇതുവരെ നടത്തിയത്. 188-ലധികം പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. സിറ്റി മേഖലയിൽ കളമശ്ശേരിയിൽ നിന്നാണ് ഏറ്റവും അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള ലഹരി പരിശോധനകൾ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. 1000-ലധികം റെയ്ഡുകളിൽ നിന്നായി 180-ലധികം കേസുകൾ കൊച്ചി നഗരപരിധിയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 188-ലധികം പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകൾ, ട്രെയിൻ തുടങ്ങിയവ കേന്ദ്രീകരിച്ചും പരിശോധനകൾ നടക്കുന്നുണ്ട്. സിനിമാ സെറ്റുകളിലെ കാരവാനുകളിലും പോലീസ് പരിശോധിച്ചു. കളമശ്ശേരി പറയുന്ന ഭാഗമാണ് കൂടുതൽ. ഈ തൊഴിലാളികളൊക്കെ കൂടുതലുള്ള ഭാഗത്തു നിന്നാണ് നമുക്ക് കൂടുതൽ കേസ് കിട്ടുന്നത്. സ്കൂളിൻ്റെ തൊട്ടടുത്തുനിന്നില്ല, മറ്റേ ഇവരൊക്കെ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകളുണ്ട്, അതുപോലെ തന്നെ ഫ്ലാറ്റുകളുണ്ട്, പിന്നെ മറ്റ് പല കടകളുണ്ട്. അവിടെ നിന്നൊക്കെയാണ് നമുക്കിത് കിട്ടുന്നത്. തൊട്ട് മുമ്പായിട്ട് വന്ന പരാതിയൊക്കെ ഞങ്ങൾ പോയി കാരവാനെല്ലാം ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അല്ല, ആ സമയമൊന്നും കിട്ടിയിട്ടില്ല. സ്കൂളുകൾ കേന്ദ്രീകരിച്ചും പരിശോധനകൾ ശക്തമാണ്. പോലീസും എക്സൈസും സംയുക്തമായാണ് പരിശോധനകൾ നടത്തുന്നത്. ഇന്ന് പെരുമ്പാവൂരിൽ 1.5 ഗ്രാം ഹെറോയിനുമായി 23-കാരിയെ പിടികൂടി. അസം സ്വദേശിയായ നെജുമ ബീഗമാണ് അറസ്റ്റിലായത്. ചെറിയ ഡെപ്പികളിലും സിപ്ലോക്ക് കവറുകളിലുമായാണ് ഇവർ മയക്കുമരുന്ന് ഒളിപ്പിച്ച് കടത്തിയിരുന്നത്. ഒരു ബോട്ടിലിന് 1000 രൂപ നിരക്കിലാണ് വിൽപ്പന. MDMA, മെത്താഫെറ്റാമിൻ, ഹാഷിഷ് ഓയിൽ, കഞ്ചാവ് തുടങ്ങിയവയാണ് പ്രധാനമായും വിൽപ്പനയ്ക്കെത്തുന്നത്. അമൃത ന്യൂസ്, കൊച്ചി.